ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി? ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാൺസ് ആണ്. 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക, നമ്മുടെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്, നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടുക, നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുക, ഒരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരിക, ഒരു സ്റ്റെബിലിറ്റി, ഒരു ലാൻഡിങ്ങിൽ എത്തുക എന്നൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതാണ് മോസ്റ്റ്ലി. പിന്നെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. പിന്നെ ഇതൊരു എന്താണ്, സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. ഓക്കെ, സോൾമേറ്റ് യൂണിയൻ ആണ്. അതുപോലെ 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇതൊരു വെഡ്ഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു ഒക്കേഷൻസ്. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണമോ കല്യാണ നിശ്ചയമോ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കല്യാണമോ കല്യാണ നിശ്ചയമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. ഒരു കല്യാണമോ കല്യാണ നിശ്ചയമോ പോലുള്ളൊരു സെലിബ്രേഷൻ അവിടെ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഹൗസ് വാമിംഗ് ആയിരിക്കാം. പിന്നെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട് വാങ്ങുക, വിൽക്കുക, വീട് ഉണ്ടാക്കുക, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് ചിലപ്പോൾ ഇന്ന് ഉണ്ടാവുന്നുണ്ടായിരിക്കും. പിന്നൊന്ന് വീടിന് പുറത്തുള്ള, അതായത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. അപ്പം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. ഇതൊരു കമ്മ്യൂണിറ്റി, നിങ്ങൾ മുൻപേ അറിയുന്ന ആളുകളുമായിട്ടൊക്കെ ചേർന്ന് ഒരു ഗെറ്റ് ടുഗദറിൻ്റെയും സെലിബ്രേഷൻ്റെയൊക്കെ ഒരു എനർജിയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. മോസ്റ്റ്ലി ഇതൊരു റീയൂണിയൻ പ്ലസ് സോൾമേറ്റ് യൂണിയൻ ആണ് കേട്ടോ. ഈ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ് ഉള്ളവരുണ്ടല്ലോ, ട്വിൻ ഫ്ലെയിംസ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ സെപ്പറേഷൻ നടന്നിട്ട് ഉള്ളവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചൊരു റീയൂണിയൻ്റെയൊക്കെ ദിവസമാണെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്, ഈ റീയൂണിയൻ എന്ന് പറയുന്നത് ചിലർ അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കും എല്ലാം വിട്ടൊഴിഞ്ഞ്, അല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹം മാത്രം മുൻനിർത്തിയിട്ട് വന്ന് റീയൂണിയൻ ഉണ്ടാകുന്ന ആളുകളുണ്ട്. എന്നാൽ ചില മനുഷ്യർ റീയൂണിയൻ അല്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ സംസാരിക്കാം, കോംപ്രമൈസ് ആക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് ഉള്ളിനുള്ളിൽ ദേഷ്യവും വിദ്വേഷവും വെറുപ്പും പകയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഒരു റീയൂണിയൻ ഇവർ വരുന്നത്. അതായത് അവർക്ക് ജസ്റ്റ് അവരുടെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില റീയൂണിയനുകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. ചതിക്കുക എന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്നേ ദിവസം മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക, നമ്മളെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കാം, ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം, അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കരിവാക്കുക എന്ന് പറയത്തില്ലേ, ആ എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇൻസൾട്ടഡ് ആവുന്നതോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതോ ഒക്കെ അങ്ങനെയുള്ളൊരു എനർജിയാണ് 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഒരുതരം ചീറ്റിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കാതിരിക്കാനും നമ്മൾ അത്തരം ഒരു എനർജി മറ്റുള്ളവരോട് ചെയ്യാതിരിക്കാനും പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് 5 ഓഫ് സോഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ ഒരു സോൾമേറ്റ്, മുൻപ് നിങ്ങൾ സെപ്പറേഷനിൽ നിന്നിട്ടുള്ള ആളുകൾ വഴക്കൊക്കെ മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ വരുന്നത് എന്ന് നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വിജിലൻ്റ് ആയിരിക്കണം. അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യം ഉണ്ടാവുകയും ആ ആവശ്യത്തിനനുസരിച്ചുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്, വെയിറ്റിംഗ് എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി തന്നെയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. മേ ബി നമ്മൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ചുറ്റി പിടിച്ചിട്ട് ആ പണം നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചുറ്റി പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പണം
നമ്മൾ കുറേ ഓൾ ത്രൂ ദ ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കാം. അത് ലോങ് ടേം വ്യൂവിലേക്കാണ്. നമ്മൾ മുൻപ് കുറേ നാളുകൾ കൊണ്ട് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കും. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആവശ്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ, പൈസ ഇല്ലാത്തതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പൈസ ഞാൻ എങ്ങനെ ഒപ്പിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആവശ്യത്തിനാണ് പൈസ ഉപയോഗിക്കേണ്ടത്, അനാവശ്യത്തിനും അർഹതയില്ലാത്ത ആളുകൾക്കൊന്നും പണം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ അൺകണ്ടീഷണൽ ലവ് നമുക്ക് പലരോടും തോന്നും, നമുക്ക് പലരോടും വളരെ സ്നേഹം വാത്സല്യമൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ അകമഴിഞ്ഞ് കൈയഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അവരത് അർഹിക്കുന്നുണ്ടാവത്തില്ല. നമ്മളപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില മനുഷ്യർ അങ്ങനെ ഉണ്ടല്ലോ, കയ്യിൽ പൈസ ഉള്ളപ്പോൾ മറ്റുള്ളവരെ അങ്ങ് സഹായിക്കുക, അത് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരാവശ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല, നമ്മൾ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചോട്ട് കിട്ടത്തുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും സൂക്ഷിക്കുക. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കാണ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മൂണാണ്. ഇത് നഷ്ടബോധത്തിലിരിക്കുന്ന ഒരു എനർജിയാണ്. പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, കള്ളത്തരം പൊളിയുക, അതുപോലെ പേടി, പിന്നെ ഒരുതരം മൂഡ് സ്വിങ്സ്, അതിലൊക്കെ ഇരിക്കുന്നതാണ് മൂൺ എനർജി എന്ന് പറയുന്നത്. ഒരുതരം നമ്പനെസ് ആയിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ഫീലിംഗും തോന്നാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്ന എനർജി ആയിരിക്കും. അതാണ് മൂൺ എനർജി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് പഴയ കാര്യങ്ങൾ ഓർത്തിട്ട്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്, പാസ്റ്റിലത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഓർത്ത് പേടിക്കുക, വീണ്ടും അത് ആവർത്തിക്കുമോ എന്ന് പേടിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ മുമ്പ് നടന്ന കാര്യങ്ങളെ ഓർത്തിട്ട് ഇനി എന്തെങ്കിലും അത്തരത്തിൽ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. ചിലപ്പോൾ അന്നുണ്ടായ ആ കാര്യങ്ങളെ ഓർത്ത് വീണ്ടും വിഷമിക്കുന്നത് ആയിരിക്കാം. അത്തരത്തിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് വരുന്നതാവാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് മൂൺ എനർജി പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. ഇതൊരു 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് ജീവിച്ചവരായിരിക്കാം. ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മക്കളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. വീട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ച് പുറത്തു പോവുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ട്രിപ്പ് പോവുക, ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുക, അതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു കല്യാണത്തിൽ തന്നെ പങ്കെടുക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ സെപ്പറേറ്റായി നിൽക്കുന്ന കപ്പിൾസ് റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കാം. അതല്ല നിങ്ങളിങ്ങനെ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പുകൾ സെപ്പറേറ്റായി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയൊക്കെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി കുറേ നാളുകൾക്കൊക്കെ ശേഷം സെപ്പറേറ്റായി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു റീയൂണിയൻ്റെ ദിവസമാണ്. മൊത്തത്തിൽ ഒരു റീയൂണിയനും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സ്വാർത്ഥതയും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇന്ന് മീറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരാതിരിക്കുന്ന എനർജി ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കും, നിങ്ങളെ പറ്റിക്കുന്ന എനർജി ആയിരിക്കാം. അത്തരത്തിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒക്കേഷനിൽ വെച്ച് നിങ്ങൾ വീണ്ടും പരസ്പരം കാണുന്നതായിരിക്കാം, കാണുമ്പോൾ സംസാരിക്കുന്നതായിരിക്കാം, പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വാദപ്രതിവാദമായിരിക്കാം, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷമിക്കുന്നതായിരിക്കാം. അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒരു റീയൂണിയൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അവിടെ എന്തൊക്കെയോ പാസ്റ്റിലത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. വീണ്ടും റീയൂണിയൻ്റെ കാർഡാണ്. 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയൻ തന്നെയാണ്. റീയൂണിയൻ ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ പബ്ലിക് റെക്കഗ്നേഷനാണ്. ഒന്നുകിൽ നിങ്ങൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നതിനെ പേടിച്ചിട്ട് സമൂഹത്തിൽ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതോ, അല്ലെങ്കിൽ മോസ്റ്റ്ലി അത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ ഒരു കാര്യത്തിൻ്റെ സപ്പോർട്ടിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ മുഖം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് പബ്ലിക് റെക്കഗ്നേഷൻ ഉണ്ട്, അത് സംരക്ഷിക്കേണ്ടതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കാതിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. സക്സസ് ആൻഡ് വിക്ടറി ആണ്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് ആദരവ് കിട്ടുക, നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക, അപ്പോൾ നമ്മളെ ആദരിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നൊരു എനർജി ഉണ്ടല്ലോ, അതൊക്കെയാണ്. വീണ്ടും ഇതൊരു കല്യാണത്തിൻ്റെയും അത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ്റെയൊക്കെ കാർഡാണ്.
മേ ബി കല്യാണത്തിലേക്കൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹത്തിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ദെൻ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ടാത്തത് നമ്മൾ എൻ്റെ പാക്കി കളയുക എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ പായി പോകുന്നുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് വന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയും. നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ചില കർമ്മങ്ങൾ എന്തായി പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞ് ആ ഒരു പെയിൻ ഇല്ലാതായി പോകുന്നത് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ്. കാരണം ഇനിമേൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തോടു കൂടി ചിലപ്പോൾ നിങ്ങളുടെ ചില കർമ്മങ്ങളൊക്കെ അവസാനിച്ച് പോകുന്നുണ്ടായിരിക്കാം. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ എന്തോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡെത്തായി പോകുന്നതും പുതിയ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ റീബർത്ത് ആവുന്നതുമാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ ഇത് ലിറ്ററലി ഡെത്ത് കേൾക്കാൻ ചിലപ്പോൾ മരണമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ലിറ്ററൽ ഡെത്ത് ആയിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ, ചിലപ്പോൾ ഈഗോ ആയിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ ഇമോഷൻസ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ ഇനിമേൽ നിങ്ങൾ അതിനൊന്നും വില കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ശരിക്കും ഒരു പ്യുവർ ട്രാൻസ്ഫോർമേഷനാണ്. മുമ്പ് എന്തായിരുന്നോ നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും മാറിയ മറ്റൊരാളായിട്ട് നിങ്ങൾ മാറുന്നു, ഒരു പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. തന്നെ ടവർ, ഇത് രണ്ടും ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച്, കാര്യങ്ങളിൽ പെട്ടെന്നൊരു ചേഞ്ച് വരിക. എന്ത് സാഹചര്യത്തിലാണോ നിന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നൊക്കെയാണ് ഈ ടവർ കാർഡ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. ആ വഴക്കിലൂടെ ചിലപ്പോൾ ചില കർമ്മയൊക്കെ അവസാനിച്ച് പോകുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ ടവർ വരുമ്പോൾ മാക്സിമം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെയാണ് ടവർ വരുമ്പോൾ, അതായത് അപ്രതീക്ഷിതമായി തിരിച്ചടി കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് ഒരു അട്ടിമറി സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു വഴക്കുണ്ടാവുന്നതോ അടി കിട്ടുന്നതോ ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് കേൾക്കുന്നതായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഷോക്കിംഗ് ആയ ഒരു ന്യൂസ് കേൾക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഡെത്തും ടവറൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ ഷോക്കിംഗ് ആയൊരു ന്യൂസൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഹീറോഫിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണാൻ സാധ്യത ഉണ്ടെന്നും, നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില ഈ മതപരമായിട്ടുള്ള ആളുകളുടെ മധ്യസ്ഥതയിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതായിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ ആരാധനാലയങ്ങളിൽ ചിലപ്പോൾ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ ഈ കല്യാണം നോക്കുന്ന ആളുകൾ, അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെയാണ്, അത് കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളുടെ സപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ജാതി, മതം, പ്രായം, പിന്നെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റേറ്റസ്, നിങ്ങളെ കാണാനുള്ള ലുക്ക്, അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ കൺസേൺസ് ഉണ്ടല്ലോ. ഇവളെയാണോ കിട്ടിയത്, അല്ലെങ്കിൽ ഇവനെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സോഷ്യൽ കൺസേൺസ് മീറ്റ് ചെയ്യാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞ് പ്രശ്നം ഉണ്ടാവാനും വഴക്കൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പം നിങ്ങൾ കല്യാണം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ജാതി മതമൊക്കെ വ്യത്യാസമാണെങ്കിൽ തഞ്ചത്തിലൊക്കെ അവതരിപ്പിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വഴക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ് കേട്ടോ. ഇതാണ് ഹീറോഫിൻ്റെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ ശരിക്കും ഇത് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞൊരു ഇത് തന്നെയാണ്. അതുപോലെ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരായിട്ട് നിൽക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഹീറോഫിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങളെ എതിർക്കുന്ന എന്ത് കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൃത്യമായി നിയമം പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ഡിവോഴ്സ് കേസൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചിലരുടെതൊക്കെ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ബന്ധങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ഡിവോഴ്സിലേക്ക് പോകുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുപോലെ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ മാവിട്ടൊന്നും പറയാതിരിക്കുക. ചിലപ്പോൾ പറഞ്ഞ ചില വാക്കുകളിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ
എവിടേക്കോ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുന്നതും വഴക്കുണ്ടാവുന്നതും റിലേഷൻഷിപ്പുകൾ ഡെത്തായി പോകുന്നതും ഇവിടെ ഹീറോഫൻ്റെ ഒരു ഡിവോഴ്സിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീണ്ടും പറയുന്നത് വീട്ടിൽ കുറച്ച് അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. ആരുടെയൊക്കെയോ വീടുകളിൽ ചിലപ്പോൾ മേ ബി ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും, പൈസ സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരും, പക്ഷേ വരുന്ന പണം അതുപോലെ തന്നെ സ്പെൻഡായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പണം കാത്തിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് പല സോഴ്സിൽ നിന്ന് പണം വരും. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്. അപ്പോൾ പൈസ ധാരാളം കയ്യിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ പൈസ കയ്യിൽ വന്നാലും അത് കയ്യിലിരിക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ സ്പെൻഡായി പോകുന്ന പോലെ കാണുന്നുണ്ട്. വീടിന് വേണ്ടിയിട്ട് തന്നെ പണം സ്പെൻഡ് ചെയ്ത് കളയുന്ന പോലെ, സ്പെൻഡ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് പണം പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വീട് പണി നടക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും എനർജിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പർച്ചേസിങ്ങിന് തന്നെ നിങ്ങൾ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പാരമ്പര്യ സ്വത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ആ പാരമ്പര്യ സ്വത്തിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണം വരുമാനം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിരിക്കും. ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ ബോട്ടം നിൽക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി വല്ലാത്ത സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കാണിക്കുന്ന സ്നേഹം അർഹതപ്പെട്ട ആളുകളോടാണോ എന്ന് ആലോചിക്കണം. അൺകണ്ടീഷണൽ ലവൊക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളെ തിരിച്ച് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ഒരു സേഫ് സോൺ നോക്കി, കംഫർട്ട് സോൺ നോക്കി മാത്രം മറ്റുള്ള ആളുകൾക്ക് സ്പേസ് കൊടുക്കുക. അതിനകത്തേക്ക് മറ്റൊരാളെ പ്രവേശിപ്പിക്കേണ്ടതില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡീപ്ലി വൂണ്ടഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളും ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ ഹീലിംഗ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളും ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഇന്ന് ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ഒക്കെ ആയിരിക്കും, എല്ലാവർക്കും എന്നും കൊടുക്കാനുള്ളൊരു മനസ്സൊക്കെ ആയിരിക്കും. അതുപോലെ എല്ലാവരോടും ഭയങ്കര സ്നേഹവും വാത്സല്യമൊക്കെ ആയിരിക്കും. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു സേഫ് സോൺ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ള ആളുകളെ നമ്മളെ ഒരു പരിധിയിലേക്ക് കടക്കാൻ അനുവദിക്കാവുള്ളൂ. അല്ലാത്ത വശം നമ്മളെ അവർ വേദനിപ്പിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടവറുണ്ട്, ഇവിടെ ഒരു ഡെത്ത് ഉണ്ട്, ഇവിടെ ഒരു ഹീറോഫൻ ഉണ്ട്. അപ്പോൾ വഴക്കുകൾ സൂക്ഷിക്കുക, പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക, കാര്യങ്ങൾ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുക, വേഗത്തിൽ വാഹനം ഓടിക്കരുത്. അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. അതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ആർക്കൊക്കെയോ കുറേ റീയൂണിയനും കാണുന്നുണ്ട്, ധാരാളം പണം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.